നന്ദിയില്ലാത്തവരാകുക എന്നത് നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. സ്വീകരിച്ച നന്മകളെ തള്ളിപ്പറഞ്ഞും നിഷേധിച്ചും അത് നൽകിയവരെ തന്നെ നിന്ദിക്കുക എന്നതിൽ ആർക്കും യാതൊരു വിഷമവുമില്ല. മരണമടയുന്നതിന് മുൻപേ തന്നെ മദർ തെരേസ ഇപ്രകാരം വിമർശിക്കപ്പെട്ടിരുന്നു. നിരീശ്വരവാദികളുടെ നിലവാരമില്ലാത്ത വിലയിരുത്തലുകളും രാഷ്ട്രീയക്കാരുടെ ദുരുദ്ദേശപരമായ പരാമർശങ്ങളും മദർ തെരേസയുടെ വിശുദ്ധ ജീവിതത്തെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അൽബേനിയയിൽ നിന്ന് കൊൽക്കത്തയുടെ തെരുവുകളിലേക്ക് പറന്നിറങ്ങിയ മദർ തെരേസ ലോകത്തിന് മുഴുവൻ കാരുണ്യത്തിൻ്റെ അമ്മയായിരുന്നു. ആരെയും ദ്രോഹിക്കാതെ എന്നാൽ എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത അപൂർവമായ ഒരു വിശുദ്ധ ജീവിതം. സമാധാനം ഒരു ചെറുപുഞ്ചിരിയിൽ തുടങ്ങുന്നു എന്ന അമ്മയുടെ വാക്കുകൾ തന്നെ അവളുടെ ഹൃദയ നൈർമല്യത്തിൻ്റെ തെളിവാണ്. സെപ്റ്റംബർ 5 മദർ തെരേസായുടെ ഓർമ്മ ദിനമാണ്. കാരുണ്യത്തിൻ്റെ തെരേസിയൻ വഴികൾ തേടുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തി 1910 ഓഗസ്റ്റ് 26 മാസിഡോണിയയിൽ ജനിച്ച മദർ 1928 സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോ സഭയിൽ സിസ്റ്റർ മേരി തെരേസ് എന്ന പേരിൽ അംഗമായി ചേർന്നു. 1929 ഇന്ത്യയിലെ ഡാർജിലിംഗിലുള്ള ലൊറേറ്റോ മഠത്തിൽ അർദ്ധിനിയായെത്തിയ സിസ്റ്റർ സഭാവസ്ത്ര സ്വീകരണത്തിന് ശേഷം കൽക്കട്ടയിലുള്ള പെൺകുട്ടികളുടെ ഹൈസ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു. നിത്യവ്രതം വാഗ്ദാനം ചെയ്ത ശേഷം 1944 അതേ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി തുടർന്ന് സേവനം ചെയ്തു. എങ്കിലും 2 വർഷത്തിനുള്ളിൽ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ തൻ്റെ സവിശേഷമായ വിളി തിരിച്ചറിഞ്ഞ സിസ്റ്റർ മേരി തെരേസ് അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് കൽക്കട്ടയിലെ പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. പുതിയ തീരുമാനമനുസരിച്ച് ജീവിക്കുവാനുള്ള അനുവാദം 1948 സിസ്റ്റർ മേരി തെരേസിന് അവരുടെ സന്യാസ സമൂഹത്തിൽ നിന്ന് ലഭിച്ചു. വൈദ്യശാസ്ത്രത്തിൽ പ്രാഥമിക പഠനം നടത്തിയ ശേഷം വെള്ളയും നീലയും കലർന്ന സാരി വസ്ത്രമായി സ്വീകരിച്ച് ആരോരുമില്ലാത്ത, ആരാലും സ്നേഹിക്കപ്പെടാത്ത, പാവപ്പെട്ടവരും അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് സിസ്റ്റർ തെരേസ ഇറങ്ങിച്ചെന്നു. 1950 കൽക്കത്ത അതിരൂപതയ്ക്ക് കീഴിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സമൂഹത്തിന് മദർ രൂപം നൽകി. കുഷ്ഠരോഗികൾക്കായുള്ള ആതുരാലയങ്ങളും അനാഥാലയങ്ങളും ഫാമിലി ക്ലിനിക്കുകളും സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളുമെല്ലാമായിരുന്നു മദർ തെരേസായുടെ പ്രവർത്തന മേഖലകൾ. കൽക്കത്ത നഗരത്തിലെ അശരണർക്കായുള്ള ആദ്യ ഭവനമായ നിർമ്മൽ ഹൃദയ് 1952 ആരംഭിച്ചു. ചേരികളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നവർക്കായി നിർമ്മല ശിശുഭവനം തുടങ്ങി. 1965 സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയെ പൊന്തിഫിക്കൽ കോൺഗ്രിഗേഷനായി അംഗീകരിച്ചതോടെ ഇന്ത്യക്ക് പുറത്തേക്കും സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ മദറിന് കഴിഞ്ഞു. വെനിസ്വല, ഓസ്ട്രിയ, ടാൻസാനിയ, റോം എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ചു. ലോകത്തിൽ യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും നടമാടിയ ഇടങ്ങളിലെല്ലാം മദർ തെരേസ എത്തിച്ചേർന്നു. മുറിവേറ്റവർക്കും ദുരിതബാധിതർക്കുമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1997 സെപ്റ്റംബർ 5 കാരുണ്യത്തിൻ്റെ ജീവനുള്ള മാലാഖ ഈ ലോകത്തോട് വിട പറഞ്ഞു. ലോകം കണ്ണീരോടെ മദറിന് വിട നൽകി. അൽബേനിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മദർ തെരേസ എത്തുന്നത് മിഷണറി ആയിട്ടാണ്. എന്നാൽ ഉദ്ദേശിച്ചു വന്നതിനുമപ്പുറം ക്രിസ്തുവിന് വേണ്ടി തനിക്ക് ചെയ്യാനുണ്ട് എന്ന് മദർ തിരിച്ചറിഞ്ഞു. കൊൽക്കത്ത നഗരത്തിലെ പാവങ്ങളിൽ അമ്മ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടു. അവർക്ക് നൽകാവുന്ന ശുശ്രൂഷയാണ് തൻ്റെ മിഷണറി പ്രവർത്തനം എന്ന് മദർ ഉറപ്പിച്ചു. നവീൻ ചൗളയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മദർ തെരേസ സുവിശേഷ പ്രവർത്തകയാണ്. എന്നാൽ അമ്മ ഒരിക്കലും താൻ ശുശ്രൂഷിക്കുന്നവരുടെ മരണക്കിടക്കയിൽ വെച്ച് മാമോദിസ മുങ്ങിയവരുടെയോ മാനസാന്തരപ്പെട്ടവരുടെയോ കണക്കെടുക്കാറില്ല. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക, പാവങ്ങളിൽ അവനെ ശുശ്രൂഷിക്കുക, പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിനോട് ഒന്നായിത്തീരുക, അതായിരുന്നു അമ്മ ചെയ്തിരുന്നത്.
മദർ തെരേസ മതം മാറ്റുകയാണ് എന്ന ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മാനസാന്തരപ്പെടുത്താറുണ്ട്. നിങ്ങളെ ഒരു നല്ല ഹിന്ദുവായി, ക്രിസ്ത്യാനിയെ ഒരു നല്ല ക്രൈസ്തവനായി, മുസ്ലിമിനെ ഒരു നല്ല മുസ്ലിമായി, ജൈനനെയോ ബുദ്ധമതാനുയായിയെയോ കൂടുതൽ നല്ല മനുഷ്യരായി ഞാൻ മാനസാന്തരപ്പെടുത്താറുണ്ട്. ദൈവത്തെ കണ്ടെത്താൻ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. എന്നാൽ കണ്ടെത്തി കഴിയുമ്പോൾ എന്തു ചെയ്യണം എന്നത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സ്വർഗമുണ്ട് എന്ന് അനേകർക്ക് ഉറപ്പ് നൽകിയ വിശുദ്ധ ജീവിതമായിരുന്നു മദർ തെരേസയുടേത്. കരയുന്ന മിഴികളിലെ കണ്ണീരൊപ്പി അവിടെ ദിവ്യസ്പർശനം കൊണ്ട് സ്നേഹത്തിൻ്റെ തിളക്കങ്ങൾ സൃഷ്ടിക്കാൻ വിശുദ്ധ മദർ തെരേസായ്ക്ക് സാധിച്ചു. വിങ്ങുന്ന മനസ്സുകളിലെ സങ്കടങ്ങൾ നീക്കി അവിടെ ആനന്ദം കൊണ്ട് നിറയ്ക്കാനും കണ്ണീർ തുടച്ച് മന്ദഹാസം വിരിയിക്കാനും ആകുലതകൾ അകറ്റി പ്രതീക്ഷ പകരാനും മദർ തെരേസയ്ക്ക് കഴിഞ്ഞു. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുന്നവരും ആരോരുമില്ലാത്തവർക്ക് തുണയാകാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവരും ധാരാളമുള്ള ലോകത്തിലും മദർ തെരേസ വേറിട്ട് നിൽക്കുകയാണ്. നീലക്കരയുള്ള അമ്മയുടെ പരുക്കൻ വെള്ളസാരി ലോകം ശ്രദ്ധിച്ചത് ജീവന് വേണ്ടിയുള്ള അവളുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും കണ്ടിട്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ പാതയിലൂടെ തന്നെ ചരിക്കാനായിരുന്നു മദർ തെരേസായ്ക്ക് ഇഷ്ടം. ചുങ്കക്കാരും പാപികളും മുടന്തരും അന്ധരും ഉൾപ്പെട്ടതായിരുന്നു ക്രിസ്തുവിൻ്റെ രാജ്യം. കാണാതെ പോയ ഒരാടിനെപ്പോലും തേടിപ്പോകുന്ന ആ നല്ല ഇടയൻ്റെ കാലടിപ്പാടുകളിലൂടെയാണ് ഇടറി വീഴാതെ മദർ നടന്നത്. ജീവൻ്റെ ഓരോ തുടിപ്പും വിലപ്പെട്ടതാണെന്ന് അവളോട് മന്ത്രിച്ചത് ക്രിസ്തു തന്നെയായിരുന്നു. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്ത് അപ്പത്തിനു വേണ്ടിയുള്ളതിനേക്കാൾ വിശപ്പ് സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടിയാണ്. വിശക്കുന്നവർക്കും വസ്ത്രമില്ലാത്തവർക്കും ഭവനരഹിതർക്കും മാത്രമാണ് ദാരിദ്ര്യം എന്ന് നമ്മൾ കരുതും. എന്നാൽ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും ആരുമില്ലാത്തവരും ആർക്കും വേണ്ടാത്തവരുമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യത്തിൽ കഴിയുന്നത്. ഈ ദാരിദ്ര്യത്തിന് പരിഹാരമുണ്ടാക്കാൻ നാം നമ്മുടെ വീടുകളിൽ തന്നെ ആരംഭിക്കണം. ജീവിതത്തിലെ 60 സംവത്സരങ്ങൾ കൊൽക്കത്ത നഗരത്തിലെ പാവപ്പെട്ടവർക്കൊപ്പമാണ്, ആ തെരുവിലെ അഗതികൾക്കൊപ്പമാണ് മദർ തെരേസ കഴിച്ചുകൂട്ടിയത്. പാവപ്പെട്ടവരെ സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുന്ന നിരവധി ആളുകൾ ലോകത്തിലുള്ളപ്പോഴും അവർക്കിടയിൽ മദർ തെരേസയുടെ സാന്നിധ്യം വേറിട്ടതാകുന്നത് എങ്ങനെയാണ്? അത് മദർ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയ സ്നേഹത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. സിസ്റ്റർ തെരേസിനെ പാവങ്ങൾ അമ്മേ എന്ന് വിളിച്ചതിൻ്റെ കാരണവും അമ്മയ്ക്ക് തുല്യമായ അവളുടെ സ്നേഹ മനസ്സായിരുന്നു. ബഹുമതികളുടെയും ആദരവുകളുടെയും വലിയ നിര തന്നെ മദർ തെരേസായ്ക്ക് ലോകം സമ്മാനിച്ചിട്ടുണ്ട്. ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമായിരുന്നു മദറിൻ്റേത് എന്ന് സർവ്വലോകവും സംശയലേശമന്യേ തിരിച്ചറിഞ്ഞിരുന്നു. ആരാലും എതിർക്കപ്പെടാത്ത അംഗീകാരങ്ങളായിരുന്നു മദറിന് സമ്മാനിക്കപ്പെട്ടിരുന്നത്. 1962 പത്മശ്രീ ബഹുമതി നൽകി ഭാരതം മദറിനെ ആദരിച്ചു. 1979 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മദർ തെരേസായ്ക്ക് നൽകിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹം മദറിൻ്റെ സവിശേഷ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചു. 1980 ഭാരതത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം മദറിൻ്റെ എക്കാലത്തെയും മഹാസേവനങ്ങളെ ഔദ്യോഗികമായി തന്നെ ലോകത്തിൻ്റെ മുൻപിൽ ഉയർത്തിപ്പിടിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തപാൽ മുദ്രയാൽ ഭാരതത്തിൽ ആദരിക്കപ്പെടാനും മദർ തെരേസായ്ക്ക് ഇടയായി. മദർ തെരേസയുടെ 70ാം ജന്മദിനമായിരുന്ന 1980 ഓഗസ്റ്റ് 27 ആ സ്റ്റാമ്പ് ഇറങ്ങിയത്. ഇറ്റലി, സൈപ്രസ്, മംഗോളിയ, ടാൻസാനിയ തുടങ്ങിയ പല വിദേശ രാജ്യങ്ങളും മദർ തെരേസയെ അനുസ്മരിച്ച് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അമേരിക്ക 2010 സെപ്റ്റംബറിലാണ് സ്റ്റാമ്പുകൾ ഇറക്കിയത്. സ്റ്റാമ്പിനൊപ്പം പ്രഥമ ദിന കവറുകളും ഇറക്കിയിരുന്നു.
വത്തിക്കാൻ 2003 ഒക്ടോബർ 19 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് വത്തിക്കാന്റെ സ്റ്റാമ്പ് മദർ തെരേസയുടെ ചിത്രത്തോടുകൂടി പ്രകാശനം ചെയ്തത്. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് അർഹയായതോടെ മദർ തെരേസ ലോകമെമ്പാടും പ്രശസ്തയായി. ആ പ്രശസ്തിയിലൂടെ മദറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ വസ്തുവകകളും മദറിലേക്ക് എത്തിച്ചേർന്നു. മാത്രവുമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായി മദർ തെരേസ മാറിത്തീർന്നിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്ക് സഹായങ്ങൾ പ്രവഹിച്ചു തുടങ്ങി. മദറിൻ്റെ സന്യാസ സമൂഹത്തോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പല പ്രസ്ഥാനങ്ങളും ലോകത്തിൽ തന്നെ മുൻപോട്ട് വന്നു. എവിടെ നിന്നെങ്കിലുമൊക്കെയായി എപ്പോഴും പണവും മരുന്നുകളും സ്ഥലങ്ങളും കെട്ടിടങ്ങളും മദർ തെരേസയിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരുന്നു. വിശ്രമിക്കാൻ സമയം ലഭിക്കാതെ മദർ യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നു. പല രാജ്യങ്ങളിലേക്കും പല ചടങ്ങുകളിലേക്കും മദർ ക്ഷണിക്കപ്പെട്ടു. പുതിയ ഭവനങ്ങൾ സ്ഥാപിക്കാൻ അവസരം കിട്ടാവുന്ന ഒരു യാത്രയും മദർ ഒഴിവാക്കിയില്ല. ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും തൻ്റെ സന്യാസ സമൂഹത്തിന് സഹായിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയാൽ മദർ അവിടെ എത്തിച്ചേരുമായിരുന്നു. എത്യോപ്യയിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ അവിടെ, ചെർണോബിൽ ആണവ ദുരന്തമുണ്ടായപ്പോൾ സോവിയറ്റ് യൂണിയനിൽ, ഭോപ്പാലിൽ വാതക ദുരന്തമുണ്ടായപ്പോൾ അവിടെ, ബെയ്റൂട്ടിൽ യുദ്ധമുണ്ടായപ്പോൾ അവിടെ, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ മദർ തെരേസ തൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ ഇടങ്ങളിലും അനുഗ്രഹമായി തീർന്നു. നൊബേൽ സമ്മാനം ലഭിക്കുന്നതുവരെ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 158 ഭവനങ്ങളാണ് ഉണ്ടായിരുന്നത്. പിറ്റേ വർഷം ബംഗ്ലാദേശിൽ മാത്രം 14 പുതിയ സദനങ്ങൾ തുറന്നു. ബെൽജിയത്തിലും റോമിലും 2 വീതം, പാപ്പുവ ന്യൂഗിനി, നേപ്പാൾ, എത്യോപ്യ, ഫ്രാൻസ്, യുഗോസ്ലാവിയ, അർജന്റീന, സ്പെയിൻ, അമേരിക്ക, ചിലി എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവും തുറന്നു. 1981 18 പുതിയ ഭവനങ്ങൾ ആരംഭിച്ചു. 1982 12, 83 14. മരണാസന്നരുടെ സദനങ്ങൾ മാത്രമെടുത്താൽ 1982 വരെ 81 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതുവരെ അവിടെ പ്രവേശം ലഭിച്ചവരുടെ എണ്ണം 13,000. 60 ലക്ഷം രോഗികളെ 670 മൊബൈൽ ക്ലിനിക്കുകളിൽ ശുശ്രൂഷിച്ചു. 12,000 ദരിദ്ര സ്ത്രീകളെ തൊഴിലഭ്യസിപ്പിച്ചു. 1986 ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം ആയിരങ്ങളുടെ ജീവന് ഭീഷണിയാവുകയും ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വാസസ്ഥലം വിട്ടുപോവുകയും ചെയ്യേണ്ടി വന്നു. മദർ തെരേസ ആ സമയത്ത് സോവിയറ്റ് യൂണിയനിലെത്തി. 2 വർഷത്തിന് ശേഷം മിഷണറീസ് ഓഫ് ചാരിറ്റി മോസ്കോയിൽ പ്രവർത്തിക്കാനായി ക്ഷണിക്കപ്പെട്ടു. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്ന ശേഷം അവിടെ ഒരു മിഷണറി സംഘത്തിന് പ്രവർത്തിക്കാൻ അനുമതി കിട്ടുന്നത് അതാദ്യമായിരുന്നു. മദർ തെരേസയുടെ ജീവിതത്തിൻ്റെ നന്മ മുഴുവൻ ഉൾക്കൊണ്ട ഭാരതത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം എതിർപ്പുകളും വിമർശനങ്ങളും മദറിന് നേരിടേണ്ടി വന്നത്. മദർ ഇന്ത്യയിലെത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ പോലും പറഞ്ഞുകൊണ്ടിരുന്നത്. മതപരിവർത്തനത്തിന് വേണ്ടിയാണ് മദർ ഇന്ത്യയിലെത്തിയതെന്നും മദറിൻ്റെ പരിസ്നേഹ പ്രവർത്തനങ്ങളെല്ലാം അത്തരം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്നും വാദിച്ചവർ വിരളമല്ല. മരിച്ചുകൊണ്ടിരുന്നവരെ മദർ മാമോദീസ മുക്കി എന്നും രോഗികളുടെ മരണം കണ്ട് ആനന്ദിക്കാനാണ് മദർ അവരെ തെരുവുകളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത് എന്നും വരെ വാദിക്കുന്ന വികൃത മനസ്സുകളെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ വൃദ്ധസദനങ്ങളിലുള്ളവർ മരിക്കുമ്പോൾ അവരുടെ മതാനുഷ്ഠാന പ്രകാരം അന്ത്യകർമ്മങ്ങൾ നൽകുകയും അങ്ങനെ നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത മദറിനെ അവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മതപരിവർത്തനത്തിന് തികച്ചും സൗകര്യമുള്ള വിദ്യാഭ്യാസ മേഖല ഉപേക്ഷിച്ചിട്ടാണ് മദർ ആർക്കും വേണ്ടാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയത് എന്നവർ ഓർമ്മിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ അറിവും സമ്മതവുമില്ലാതെ അയാളെ മാമോദിസ മുക്കാനാവില്ല എന്നും അങ്ങനെ മാമോദിസ മുക്കിയാൽ തന്നെ അതൊന്നും സാധുവായി കത്തോലിക്ക സഭ പരിഗണിക്കില്ല എന്നും ആരും ചിന്തിക്കുന്നില്ല.
മരിക്കാനുള്ളവരെ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരെയും ജീവിക്കാനുള്ളവരെയും മദർ തെരേസയുടെ വിശുദ്ധ ജീവിതം സ്വീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു എന്നതും പലരും സൗകര്യപൂർവ്വം മറക്കുകയാണ്. യുക്തിബോധമില്ലാത്ത യുക്തിവാദികളും സൈദ്ധാന്തിക ഭദ്രതയില്ലാത്ത നിരീശ്വരവാദികളുമാണ് അവരിൽ പലരും ജനിക്കുന്നതിന് മുൻപേ ഈ ലോകത്തിൽ നിന്ന് പിൻവാങ്ങിയ മദറിനെ വിമർശിക്കുന്നതെന്നതാണ് രസകരം. മദർ തെരേസയെ പോലുള്ള വിശുദ്ധ ജീവിതങ്ങളുടെ അയൽപ്പക്കത്ത് പോലും എത്തിനോക്കാൻ അർഹതയില്ലാത്തവയാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ. നന്മയും കാരുണ്യവും സ്നേഹവും മാത്രം സഹജീവികൾക്ക് നൽകി കടന്നുപോയ ഒരു കൃശഗാത്രയെപ്പോലും വിമർശിച്ചുകൊണ്ട് മാത്രമേ തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്നവരുടെ പ്രസ്ഥാനങ്ങൾ എത്ര ദുർബലമാണ് എന്ന് മാത്രം ഓർമ്മിക്കാം. അവരുടെ വാദഗതികളിൽ യാതൊരു കഴമ്പും ഉണ്ടാവില്ലതാനും. ജീവിച്ചിരുന്ന കാലത്ത് നരകത്തിലെ മാലാഖ എന്നാണ് ചിലർ മദർ തെരേസയെ വിശേഷിപ്പിച്ചത്. എന്നാൽ മദറിൻ്റെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ആകൃഷ്ടരായ യുവജനങ്ങൾ ധാരാളമായി മദറിൻ്റെ അടുക്കലേക്ക് നിരന്തരം എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. ആരും നിർബന്ധിക്കാതെ സന്നദ്ധ സേവനത്തിനായി എത്തിച്ചേർന്ന അവർക്ക് ആരും യാതൊരു പ്രതിഫലവും നൽകിയിരുന്നില്ല. വിവിധ മതങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവരെല്ലാവരും. ആരെയും മദർ മതം മാറ്റിയില്ല. ആർക്കും മദർ ആനുകൂല്യങ്ങൾ നൽകിയുമില്ല. ആവശ്യക്കാരെ കാണാനുള്ള ശിക്ഷണമായിരുന്നു എല്ലാവർക്കും മദറിൽ നിന്ന് ലഭിച്ചത്. ദാരിദ്ര്യം നിലനിർത്താൻ വേണ്ടിയാണ് മദർ ശ്രമിക്കുന്നത് എന്ന് വിമർശിച്ചവരുമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിന് ഇത്തരം വിമർശനങ്ങളൊന്നും തന്നെ തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ മദർ തെരേസ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നത് ശ്രദ്ധാർഹമാണ്. ആയിരത്തി 1997 സെപ്റ്റംബർ 5 മദർ തെരേസ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. വളരെ ശാന്തവും സ്വർഗീയവുമായ ഒരു മടക്കയാത്ര. ആരെയും അസ്വസ്ഥതപ്പെടുത്താതെ യാതൊരുവിധ പ്രതിസന്ധികളും സൃഷ്ടിക്കാതെ പാവങ്ങളുടെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവസാനമില്ലെന്ന് തോന്നിക്കുന്ന മനുഷ്യനിര നിശബ്ദമായി വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ കാണാൻ തിരക്കുകൂട്ടി. കൽക്കട്ട നഗരം സെൻറ് തോമസ് ദേവാലയത്തിൽ മദറിൻ്റെ ചേതനയറ്റ ശരീരത്തിന് മുന്നിലൂടെ ഒഴുകുമ്പോൾ രാജ്യം മുഴുവൻ വിലപിക്കുകയായിരുന്നു. ഔദ്യോഗിക ദുഃഖാചരണം ഭാരതം പ്രഖ്യാപിച്ചു. ദേശീയ പതാക താഴ്ത്തിക്കെട്ടി രാജ്യം ലോകാദരണീയയെ വന്ദിച്ചു. ചുളിഞ്ഞുണങ്ങിയ കൈപ്പത്തിക്കുള്ളിൽ ജപമാല തെരുപ്പിടിച്ച് മദർ ജനകോടികൾക്കായുള്ള പ്രാർത്ഥനയായി മയങ്ങി. സെപ്റ്റംബർ 13 ശനിയാഴ്ച രാഷ്ട്രത്തിൻ്റെ പരമോന്നത പദവിയിൽ ഇരുന്നവർക്ക് മാത്രം നൽകാറുള്ള സമ്പൂർണ്ണ ദേശീയ ബഹുമതികളോടെ മദറിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്തി. 8 സൈനിക ഓഫീസർമാർ ചേർന്നാണ് മദറിൻ്റെ ഭൗതിക ശരീരം വഹിച്ചത്. മഹാത്മാഗാന്ധിയുടെ ഭൗതിക ദേഹം വഹിച്ച അതേ വാഹനം ദേശീയ പതാക പെട്ടിക്കുമേൽ വിരിച്ചിട്ടിരുന്നു. മാർപ്പാപ്പയുടെ പ്രതിനിധിയായ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ ആഞ്ചലോ സൊദാനോ, മറ്റ് കർദിനാൾമാർ, ആർച്ച് ബിഷപ്പുമാർ, മെത്രാൻമാർ, രാഷ്ട്രപതി KR നാരായണൻ, പ്രധാനമന്ത്രി IK ഗുജ്റാൾ, സോണിയാഗാന്ധി, അമേരിക്കയുടെ പ്രഥമ വനിത ഹിലരി ക്ലിൻ്റൺ, ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ജോൺ പ്രിസ്കോട്ടും കെന്റ് പ്രഭുവിയും, ഇറ്റാലിയൻ പ്രസിഡന്റ് സ്കൽഫാരോ, സ്പെയിനിലെ സോഫിയ രാജ്ഞി, ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ പത്നി ബർണദത്ത് ഷിറാക്ക്, കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പത്നി അലൈൻ ക്രെയ്റ്റൻ തുടങ്ങിയ പ്രമുഖരുടെ വലിയ നിര മദറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നുമായി 10,000-ലേറെ പേർ അങ്ങനെ മദർ തെരേസായുടെ ഭൗതികദേഹം കണ്ടുമടങ്ങി. അനേകായിരങ്ങളുടെ ആദരാഞ്ജലികൾ സ്വീകരിച്ച് മദർ തെരേസയുടെ ഭൗതികദേഹം കൊൽക്കത്തയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ മദർ ഹൗസിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ജീവിച്ചിരുന്നപ്പോഴേ മദർ തെരേസ വിശുദ്ധയായിരുന്നു എന്ന് ലോകം അംഗീകരിച്ചതാണ്. എങ്കിലും ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 2003 ഒക്ടോബർ 19 മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായും 2016 സെപ്റ്റംബർ 4 വിശുദ്ധയായും കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചു. വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചും അനിതര സാധാരണമായ വിശ്വാസ ജീവിതം നയിച്ചും വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നവർ സഭയുടെ കരുത്താണ്.
ഇവരുടെ മാതൃകാപരമായ ജീവിതം വിശ്വാസികൾക്കും മറ്റെല്ലാവർക്കും പ്രചോദനമായി തീരുന്നു. എല്ലാ പൂർണ്ണതകളുടെയും ഉടമയായ ഈശോ മിശിഹ എല്ലാവരെയും തൻ്റെ പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹാപരിശുദ്ധിയിലേക്കുള്ള ഈ ക്ഷണം സ്വീകരിക്കാൻ ഏവർക്കും മാതൃകയാണ് വിശുദ്ധർ. മദർ തെരേസായും തൻ്റെ ധന്യജീവിതത്തിലൂടെ അനേകം മനുഷ്യർക്ക് പ്രചോദനവും മാതൃകയുമായി തീർന്നുകൊണ്ടാണ് ദൈവിക പരിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നമ്മെയും സ്വാഗതം ചെയ്യുന്നത്. ലോകം മുഴുവൻ മദർ തെരേസായെ സ്നേഹിച്ചു. മദർ തെരേസ ലോകത്തെ മുഴുവനായും പ്രത്യേകിച്ച് കൂടുതൽ അർഹതപ്പെട്ട പാവങ്ങളെയും സ്നേഹിച്ചു. എല്ലാ തലങ്ങളിലുമുള്ളവർ മദറിന് സ്വീകാര്യരായിരുന്നു. മദറിനെയും ഏവരും നിറമനസ്സോടെ സ്വീകരിച്ചു. മാർപ്പാപ്പ, രാഷ്ട്രത്തലവന്മാർ, ബിസിനസ്സുകാർ, ഉദ്യോഗസ്ഥർ, മതനേതാക്കൾ എന്നിങ്ങനെ ഏവരും മദർ തെരേസയോട് ആദരപൂർവ്വം ഇടപെട്ടു. ഐക്യരാഷ്ട്രസഭയിൽ മദറിൻ്റെ വാക്കുകൾക്ക് കാതോർത്ത് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ കാത്തിരുന്നു. രാഷ്ട്രത്തിന് നൽകാൻ കഴിയുന്ന പരമോന്നത ബഹുമതി നൽകി ഭാരതവും, നൽകാൻ കഴിയുന്ന പരമോന്നത ബഹുമതി നൽകി അന്താരാഷ്ട്ര സമൂഹവും മദറിനെ ആദരിച്ചു. കത്തോലിക്കാ സഭ മദറിനെ വിശുദ്ധരുടെ നിരയിൽ വണങ്ങുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും ഹ്രസ്വദൃഷ്ടിയുള്ളവരും ചിന്തയിൽ കുറിയവരുമായ കുറേ പേരുടെ എഴുത്തുകളിലും പറച്ചിലുകളിലും വിശുദ്ധ മദർ തെരേസ വെറുക്കപ്പെടേണ്ടവളാണത്രേ. നിന്ദനം ശീലമാക്കിയവരുടെ ലോകത്തിൽ മദർ തെരേസ പോലും പരിഹസിക്കപ്പെടുന്നുവെങ്കിൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എത്രയോ പരിതാപകരമായിരിക്കുമെന്ന് ഊഹിക്കുക പോലും വയ്യ.